ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സമരങ്ങളുടെ തീച്ചുളയിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ പാർട്ടികളുടെ പ്രധാന പ്രശ്നമായ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന പ്രശ്നം തിരികെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കൂ, മുമ്പും അതായത് ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറിന് മുൻപും ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, നാളെയും അതുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് വളരെ സത്യസന്ധമായ കാര്യമാണ്. അവിടെ ഈ ജന്തർ മന്ദിറിൽ ഒരു 10% വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായിട്ട് സമരം നടത്തുമ്പോൾ അതിൻ്റെ മറവ് പറ്റിക്കൊണ്ട് അവരെ നമ്മൾ എന്താ പറയുക, ആൻറ്റി ഇന്ത്യൻസ് എന്ന് തന്നെ പറയണം, രാജ്യദ്രോഹികളെന്ന് തന്നെ പറയണം. അവരുടെ ആശയങ്ങൾ കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളിൽ 80% എന്ന് നമുക്കറിയാം. ഈ ഒരു വലിയ പ്രശ്നം, അതായത് ഒരു 10 ലക്ഷം പേരെ കൂട്ടിയിട്ട് 145 കോടി ജനങ്ങളുടെ വികാരമാണ് അവിടെ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? കാരണം ഇന്ത്യയിൽ ഉള്ള ജനസംഖ്യ 145 കോടിയിൽ അധികമാണ്. അപ്പം ഒരു 10 ലക്ഷം പേരെ അവിടെ കൂട്ടിയിട്ട് അത് ചില പ്രത്യേക താല്പര്യങ്ങൾ, അതായത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ സമരം തീരേണ്ട സമയമായി. കാരണം വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിനകത്തുള്ള ഈ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതായത് ചോദ്യപേപ്പർ ചോർച്ചയായിട്ട് ചേർന്ന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, CBI അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ വെക്കാം. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി CJP എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം CJP ഇനി അടുത്ത് ആവശ്യപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ രാജിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ CJPക്കാർക്ക് ഒരിക്കലും അത് വിദ്യാർത്ഥികളുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആസാദി മുദ്രാവാക്യങ്ങൾ വിളിക്കാനും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെ ചോദ്യം ചെയ്യാനും ഈവൻ FCRA ചോദ്യം ചെയ്യാനും ഒന്നും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി കേന്ദ്രം മറ്റ് ഫാസിസ്റ്റ് രീതി എന്ന് നിങ്ങൾ അതിനെ വിശേഷിപ്പിച്ചാലും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ പ്രതികരിച്ചു കണ്ടു. അപ്പോഴും ഇവിടെ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ തലസ്ഥാനത്ത് ദിവസവും നിരവധി, കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നിരവധി സമരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയൊന്നും പ്രതികരിക്കാത്ത ആൾക്കാർ എന്തുകൊണ്ട് അവിടെ മാത്രം പ്രതികരിക്കുന്നു? ഇവിടെയും വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഇവിടെയും ഉദ്യോഗാർത്ഥികളാണ് ചീറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെയും അങ്ങനെ തന്നെയാണെങ്കിൽ എന്തായാലും വിദ്യാർത്ഥി സമരത്തിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ ഫ്യൂച്ചർ ആയിട്ടുള്ളവരെയൊന്നും നമുക്ക് ഇത് പറയാൻ പറ്റില്ല. അവരുടെ ശരിയായ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ, നമുക്ക് സമരം ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്തെ നേപ്പാൾ പോലെ, ശ്രീലങ്ക പോലെ, ബംഗ്ലാദേശ് പോലെ അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്നത് തെറ്റ് തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ജനങ്ങളൊന്നും തന്നെ, നിങ്ങൾ ഈ 10 ലക്ഷം പേരെ അണിനിരത്തിയാൽ, കുറേ പേര് ലൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതല്ലല്ലോ ഇന്ത്യ. ഇന്ത്യയുടെ യഥാർത്ഥ വികാരം ഇത് തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് സാധാരണ പൗരന്മാരുടെ ഒരു വികാരം തന്നെയാണ്. എൻ്റെ രാജ്യത്തെ അസ്ഥിരതപ്പെടുത്തിക്കൊണ്ടല്ല. നിങ്ങൾ ജനാധിപത്യപരമായിട്ടൊരു രാജ്യത്തെ നേടണമെങ്കിൽ നേടൂ. ഇലക്ഷൻ സംവിധാനം അതിനു വേണ്ടിയിട്ടാണ് ഉള്ളത്. സൈനിങ് ഓഫ്. എല്ലാവരും എല്ലാം കാണുന്നു, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളോടൊന്നുകൂടി എല്ലാവരും എല്ലാം കാണുന്നു. നിങ്ങൾ ഒരു സൈഡ് വാർത്ത മാത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്നത്തെ ജനങ്ങൾ, ഇന്നത്തെ കേരളീയർ ദേശീയ മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്ന് മാത്രം പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.